തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുണ്ട് എൻ്റെ കുഞ്ഞെ? സത്യല്ലേ? അടുത്ത് ചോദിച്ചാൽ ഇല്ല. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നിന്നെ വിളിച്ചു എന്ന് നീ പറയുമ്പോൾ യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ്. മനസ്സിലായോ? അപ്പോൾ നീ അങ്ങനത്തെ കുട്ടിയാണോ? ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാതപ്പോ നിന്നെ വിളിച്ചെന്നപ്പോ അപ്പൊ തന്നെ നീ കൊടുക്കണം, അപ്പൊ തന്നെ മറുപടി കൊടുക്കണം, അപ്പൊ തന്നെ ചെരുപ്പെടുത്തടിക്കണം. ആ God has given you hands, legs, എല്ലാത്തുക്കും മേലെ യു ഹാവ് എ മൗത്ത്, യു ക്യാൻ ടോക്ക് എനിത്തിങ്. അപ്പൊ തന്നെ കൊടുക്കാനും. ഇതൊക്കെ മുടിഞ്ഞ് 20 yearsന് ശേഷം അയാളൊക്കെ കിഴവനായി പോയി. ഇപ്പൊ അവനെ പിടിച്ച് ജയിലിൽ വെച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാന്ന്? ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നാണക്കേടില്ല ഇപ്പൊ വന്ന് ഇതൊക്കെ പറയുന്നത്? ഇതാണ് ഐ എം അഗേൻസ്റ്റ് മീ ടു. മീ ടു എനിക്ക് പറ്റില്ല. പറയാനുള്ള കാര്യം പച്ചക്ക് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഷക്കീല പറഞ്ഞത് തന്നെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അവർ പറഞ്ഞത് എത്ര സത്യമായിട്ടുള്ള കാര്യമാണ്. സംഭവന്മാരൊക്കെ പെണ്ണ് പിടിച്ചിട്ടുണ്ട്, അതിലൊന്നും ഒരു തർക്കമില്ല. പിടിക്കാനുള്ളതിനെ മാക്സിമം അമ്മമാരൊക്കെ പിടിച്ച് അർമാദിച്ചിട്ടുണ്ട് അമ്മമാരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് മാറ്റി നിർത്തുങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു പറഞ്ഞ പോലെ 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ നടക്കാൻ പോകുന്നത്? അപ്പം കുറേ പേര് ഞാൻ അതിൻ്റെ താഴത്ത് കുറേ കമൻസ് കണ്ടു. അതായത് ഇവരൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇവരൊന്നും മുമ്പേ പറഞ്ഞിട്ടില്ല. 2016 നടന്ന കാര്യം ആള് പറയുന്നത് 2021 2008 നടന്നു എന്ന് പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇവർ പോസ്റ്റ് ചെയ്യുന്നത് 2019 2013 നടന്നു എന്ന് പറഞ്ഞ കാര്യം മിണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ മൊഴി കൊടുത്ത ആൾക്കാരുടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവർ പറയുന്നത്. ഈ ഇരയാക്കപ്പെട്ട ആളുകൾ പറയുന്നത് 5-10 വർഷം കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് പ്രത്യേകിച്ച് കാര്യങ്ങൾ നടന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ അന്ന് ഫേസ്ബുക്ക് പോസ്റ്റും അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞ് അത് തീർന്നു. ഇപ്പം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും വന്ന് പറയുന്നു. ഇതിൽ പലരും ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് അതിനുശേഷം വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആൾക്കാരുമാണ്. അപ്പം ഇതിലൊക്കെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ. ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ആ 3 പരാതിക്കാരും പണ്ട് ഒരു ദുരനുഭവം ഉണ്ടായി. അതിനുശേഷം ഈ പറഞ്ഞ ആൾക്കാർ ഒരു നല്ല ബന്ധത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ടുള്ള ഫോട്ടോസ് എന്താ പറയുക പബ്ലിഷ് ചെയ്യുന്നു, ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇതൊരുമാതിരി ഹണി ട്രാപ്പിൻ്റെ ചാൻസ് കിട്ടിയപ്പോൾ ട്രാപ്പിലാക്കാൻ വേണ്ടി വന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ. അതല്ലാതെ ഇതിലങ്ങോട്ട് ഭയങ്കര സംഭവം അത്രയും പ്രമുഖരാരെങ്കിലൊക്കെ വന്ന് അതല്ലെങ്കിൽ അതായത് റീസെൻ്റ്ലി നടന്ന കാര്യങ്ങൾക്ക് മുമ്പോട്ട് വരികയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്കങ്ങ് പൂട്ടാൻ പറ്റും. അതല്ലാണ്ട് തെളിവ് പോലും കംപ്ലീറ്റ് കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ട് ഒരു മൊഴിയുടെ പുറകിൽ സത്യം ഈ ഷക്കീല പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, വ്യക്തമായിട്ട് ബാക്കി കേൾക്ക്. അപ്പം ബാക്കി ബിക്കോസ് അപ്പോൾ നിങ്ങളുടെ കൈ എന്താ ചെയ്തു? അന്ന് എന്തിനു ഓക്കെ പറഞ്ഞോ ഇല്ല ഓക്കെ പറയാതെ ഇപ്പൊ വന്ന് നിങ്ങൾ തന്നെ യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ് എന്നാണ് എൻ്റെ വിചാരം. ഷക്കീലമ്മ, ഇതിനൊരു കാരണം പറയുന്നത് ഇപ്പം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെതിരെ അല്ലെങ്കിൽ ആരാണോ അവരോട് മോശമായി പെരുമാറിയത് അവർക്കെതിരെ തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫീൽഡ് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിലില്ലമ്മ. ഹോൾ ഇന്ത്യ പാൻ ഇന്ത്യ സിനിമ അങ്ങനെ തന്നെയാ. ഇത് എല്ലായിടത്തിലും ഉണ്ട്. അപ്പം ഒരു ഹേമ കമ്മിറ്റി മലയാള സിനിമ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇവർ പറഞ്ഞു, അതായത് അന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നും എവിടെ എത്തില്ലായിരുന്നു. അവർക്ക് എവിടെയല്ലാണ്ട് മലയാള സിനിമ വിട്ട് ഉപേക്ഷിച്ച് അവർ പോകണമായിരുന്നു. ഈ പറഞ്ഞ പരാതിക്കാരിൽ ഒരു സിംഗിൾ വുമൺ എവിടെങ്കിലും എത്തിയോ? ജൂനിയർ ആർട്ടിസ്റ്റ് പോയിട്ട് എവിടെങ്കിലും എത്തിയോ? അതിലൊന്ന് ഒരു പരാതിക്കാരിയുടെ കുറേ മൂവീസ് ഉണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ മൂവീസാണ് എന്നൊക്കെ ഉള്ളത്. അത് ഇപ്പോൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇരകളായതുകൊണ്ട് നമുക്കത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ല. ഈ പറഞ്ഞ ഒരാൾ പോലും എവിടെ എത്തിയിട്ടുമില്ല. അവരുടെ പല മൂവീസിൻ്റെയും പല ക്ലിപ്പുകളും കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏപ്പടം തന്നെ അങ്ങനത്തെ മൂവീസാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതിൽ ഒരു കഴമ്പുമില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു ചുക്കുമില്ല. ഈ ബെഡിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് മാത്രം അങ്ങോട്ട്
സൂപ്പർ ആക്ട്രസ് ആവും എന്നുള്ളതൊക്കെ വെറുതെയാണ്. സ്വന്തം കഴിവും കൂടെ വേണം, അഭിനയിക്കാനുള്ള കഴിവും കൂടെ വേണം. ബെഡിൽ മാത്രം കഴിവുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. എത്ര പേര് ഇത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഇവർ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, കേക്ക്. ഇതുപോലെ ഒരു റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. அப்படியும் തീരില്ല. തീരില്ല. ഓക്കെ, ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നു. ഓക്കെ, ഈ കംപ്ലൈൻറ്റ് കൊടുത്തവരിനൊക്കെ ഇവർ അറസ്റ്റ് ചെയ്ത് ഉള്ള വെച്ചാൽ ഓക്കെ. അതർവൈസ് ഇത്തരത്തിൽ എത്ര കമ്മിറ്റി വന്നാലും ഒന്നും നടക്കത്തില്ല. ഈ കുട്ടികൾ സർവൈവിങ്ങിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവർക്കും മനസ്സിലാവും, അവർക്കറിയാം. ഒരു കാര്യം പറയട്ടെ, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള തീരുമാനങ്ങളും ശിക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ വെറുതെ കുറച്ച് എന്താ പറയുക, കാലത്തേക്ക് മാധ്യമങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കും പറഞ്ഞ് ചിരിച്ച് എന്താ പറയുക, TRP കൂട്ടാനും കാശുണ്ടാക്കാനും എന്നെപ്പോലത്തെ കുറേ പേർക്ക് വീഡിയോ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് മാത്രം. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ ആർക്കും നീതിയും കിട്ടാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ ഫിലിമിന് അങ്ങ് കൊമ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അവരൊക്കെ അത് കണ്ട് ചിരിച്ചിങ്ങനെ ഇരിക്കും. ഈ ഒന്നും ആവാത്ത, ഈ ഒരു ഇതുമില്ലാത്ത കുറേ ആൾക്കാരങ്ങനെ തിരികയറ്റി വിട്ടിട്ട് വെറുതെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഒരു സുഖം, ഒരു ഫെമിനിസം സുഖം, അത്ര എനിക്കിത് തോന്നിയിട്ടുള്ളൂ. സത്യമല്ലേ? ഒരു ഫെമിനിസം സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇവർ മാത്രമല്ല, അങ്ങനത്തെ ആൾക്കാർ, അതായത് ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു തോന്നൽ വരണമെങ്കിൽ അവർക്കൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങളും അവരതിന് വഴങ്ങി കൊടുത്തിട്ടുമാണ് അവരൊക്കെ ഈ നിലയിലെത്തിയത്. ഈ നിലയിലെത്തിയപ്പോഴാണ് ഇവർ സംസാരിച്ചത്. അവരോരോരുത്തരും ഒന്ന് പറ, പറ്റുമോ? ഈ ഫെമിനിസം ഗ്രൂപ്പിലുള്ള ആ പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, അതായത് നമ്മുടെ എഗെയിൻസ്റ്റ് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കിയൊരു സംഘടന ഉണ്ടല്ലോ, നമ്മുടെ WCC സംഘടന. ഈ സംഘടനയിലുള്ള ആൾക്കാർക്ക് അവർക്ക് അനുഭവപ്പെട്ടില്ല. അവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതിന് വന്ന് സംസാരിക്കണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. WCCയിലുള്ള ഓരോ അംഗങ്ങൾക്കും ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പം പറഞ്ഞ എന്താ പറയുക, ഇപ്പം ഇരകളായിട്ട് വന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞതിനേക്കാൾ വൃത്തികെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവരാരെങ്കിലും ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ല, പറയൂല. കാരണം അവർക്കൊക്കെ ഇപ്പോൾ ഫെയിമുകളായി, അവരൊക്കെ ഫെയിമായി, അവരൊക്കെ ആ അവസ്ഥയിലെത്തി. ഇനി അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് ഒന്നും അല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് അവരൊന്നും പറയില്ല, അവരെ ഇളക്കി വിടുകയുള്ളൂ. ഇളക്കി വിടുന്ന പരിപാടി ഇപ്പോൾ അവർ കാണിക്കുകയുള്ളൂ. അവരൊക്കെ വന്ന് പറ, അവരൊക്കെ വന്നിട്ട് ഓരോ നടന്മാരെയും നടിമാരെയും പേര് പറ. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നലെ രഞ്ജിത്തിൻ്റെ എതിരെ സംസാരിച്ച ആ പയ്യൻ പറഞ്ഞത്, ആ ഫോട്ടോ രേവതിക്ക് അയച്ചു കൊടുത്തു, രേവതി കൊള്ളാമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നടിമാരെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ഇതുപോലത്തെ ആമ്പിള്ളേരെ ഒക്കെ യൂസ് ചെയ്യുന്ന, പല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് നടിമാരുണ്ട്. അവരൊക്കെ വരണം, അവരൊക്കെ പുറത്താവും. ഈ പറഞ്ഞ WCC അംഗങ്ങളൊക്കെ ഇങ്ങനെ ചാടി വീണ് സത്യങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, അവർക്ക് അനുഭവപ്പെട്ട പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പല നടിമാരും ചെയ്തിട്ടുള്ള പല പോക്രിത്തരങ്ങളും പുറത്തോട്ട് വരും. ഈ നടിമാർ ചെയ്ത പോക്രിത്തരങ്ങൾ പുറത്ത് വരുമ്പം പിന്നെ ഇവർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. മൂട്ടിൽ തീ കൊളുത്തിയ പോലെ റോക്കറ്റ് വിട്ടവർ ഓടേണ്ടി വരും ഇവരൊക്കെ. അതുകൊണ്ടാണ് എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നത്. അതെ, അത്രയേ ഉള്ളൂ, മിണ്ടാണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ സിനിമയിൽ ആരും വലിയ അങ്ങോട്ട് മുന്തിയ പുണ്യാളന്മാരും കത്തനാരും ഒന്നും അല്ല. പറയാൻ നല്ല സുഖം എല്ലാവർക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് കമൻറ്റ് പറ. അതല്ല, അങ്ങനെ ആണ്, അതാണ് അതിൻ്റെ സത്യം. സിനിമ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ഫിലിം ഫീൽഡിലും നടക്കുന്നതും. അതിൽ തന്നെയാണ് ഫിലിം ഫീൽഡ് മുന്നോട്ട് പോകുന്നതും. അതെല്ലാമൊക്കെ വെറുതെ നമുക്ക് വീമ്പിനും ആദർശവും എന്താ പറയുക, റെവല്യൂഷനും റെസൊല്യൂഷനൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതല്ലാണ്ട് ഒരു തേങ്ങ ഇതിലൊന്നുമില്ല. തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുമില്ല എൻ്റെ കുഞ്ഞെ.